മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു ഒരു ആശയക്കുഴപ്പമുണ്ടായി, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി CPI-യുമായിട്ട് എന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ, അതായത് ഞാൻ പറഞ്ഞത് വിവാദമായിരുന്ന സമയത്ത് CPI-യിലെ മന്ത്രിമാർ പറഞ്ഞത് നിയമപരമായി പോലും ഇത് നിലനിൽക്കില്ല. കാരണം മന്ത്രിസഭയുടെ തീരുമാനത്താൽ അല്ലാതെ, മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടാകാതെ ഒരു കേന്ദ്ര പദ്ധതിയിൽ സംസ്ഥാനത്തിന് ഒപ്പുവെക്കാൻ കഴിയില്ല എന്നാണ്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകി പോയി ഒപ്പുവെച്ചതുകൊണ്ട് നിൽക്കില്ല. അതുകൊണ്ട് നിയമപരമായി തന്നെ ഇതിനെ ചോദ്യം ചെയ്യാമെന്നാണ്. അപ്പോൾ അതിലൊരു കോംപ്ലിക്കേഷൻ നിലനിൽക്കുന്നുണ്ടല്ലോ, ഒരു ആശയക്കുഴപ്പം എന്നതിനപ്പുറത്തേക്ക്. ഞാൻ പറഞ്ഞ ആശയവിനിമയത്തിന് ഈ വിഷയങ്ങളിലെ നമ്മൾ കുറേ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. നമുക്കിനി വീണ്ടും ഇതങ്ങ് അവസാനിപ്പിക്കും, എന്തിനടുത്ത വിഷയത്തേക്ക് പോവാം. അതെ അല്ലേ? അല്ല, അതേതന്നെ CPI-യുമായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിലോ ഇനി ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഒരു വിവാദത്തിനോ മിനിസ്റ്റർ ഇല്ല, അങ്ങനെ ഞാൻ പറയട്ടെ? തീർച്ചയായിട്ടും പിന്നെ ഒരു കാലഘട്ടത്തിലും ഒരു കാര്യത്തെ സംബന്ധിച്ചതും തർക്കിക്കൂലെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞ PM-ശ്രീയുടെ കാര്യത്തിൽ, PM-ശ്രീയുടെ കാര്യത്തിൽ ഞങ്ങളുടെ തർക്കമൊക്കെ അവസാനിച്ചു. ഈ SSK ഫണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടോ? ഈ 340.81 കോടി രൂപയുടെ കാര്യത്തിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? അത് ലഭിച്ചില്ലെങ്കിൽ കോടതി പോകും. വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടല്ലോ, ആ നിയമം കോടതി ഇടപെടുമല്ലോ. തീർച്ചയായിട്ടും കോടതി പോയാൽ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരിക്കും. അതിന് നമ്മൾക്ക് മുന്നിൽ ഒരു മാതൃകയുണ്ട്, തമിഴ്നാടുണ്ട്. തമിഴ്നാട് കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞ കോടതി കാര്യങ്ങൾ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിസ്റ്റർ പറയുന്നത് SSK ഇപ്പോൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ 340.81 കോടി രൂപ നമുക്ക് അനുവദിക്കാതിരിക്കുന്ന ഘട്ടമുണ്ടായാൽ നമ്മൾ കേരളം കോടതിയെ സമീപിക്കും, സർക്കാർ കോടതിയെ സമീപിക്കും.